വിഭവസമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടെ നൽകി അങ്കണവാടികളിൽ മികച്ച സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വില്യാപ്പള്ളി മുയ്യോട്ടുതാഴ കാർത്തിക അങ്കണവാടി ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്ക് രേഖ കൈമാറ്റവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടെ നൽകി അങ്കണവാടികളിൽ മികച്ച സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ്. മുയ്യോട്ടുതാഴ കാർത്തിക അങ്കണവാടി കെട്ടിടോദ്ഘാടനവും ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് രേഖ കൈമാറ്റവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുകൾ സാധ്യമായി. ഭൂമിയുള്ളവർക്ക് വീട് എന്നതിനു പുറമെ ഭൂരഹിത ഭവനരഹിതർക്ക് വീട് എന്ന ഉത്തരവാദിത്വവും സർക്കാർ നടപ്പാക്കിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാർ അംഗൻവാടി കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമെടുത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പോൾ ബിരിയാണി അടക്കം കുട്ടികൾക്ക് നൽകുവാൻ കഴിയുന്ന തരത്തിൽ മെനുവിൽ മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് പാട്ടും കളിയും കുറച്ച് പഠനവും ഒക്കെ അംഗൻവാടികളിൽ നല്ല നിലയിൽ നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനനുസൃതമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് പാലും മുട്ടയും ഒക്കെ നൽകി പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അംഗൻവാടികളെ മികച്ച നിലയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നടക്കുന്ന രണ്ടാമത്തെ പരിപാടി അതും വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ്. ലൈഫ് പദ്ധതി ലോകമാകെ ശ്രദ്ധിച്ചൊരു പദ്ധതിയാണ്. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പുതിയ ജീവിതം സാധ്യമായത്. ലൈഫ് പദ്ധതിയുടെ പ്രധാന ഘട്ടം എന്നുള്ളത് ഭൂമിയുള്ളവർക്ക് വീട് എന്നതായി. അതിനൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതർക്ക് വീട് എന്ന ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. അതിന് ഭൂമി കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി പല ഗ്രാമപഞ്ചായത്തുകളിലും മാറിക്കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഈ പദ്ധതിയിൽ ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു. വീട് നിർമ്മിക്കുന്നതിന് ഭൂമി ലൈഫ് പദ്ധതിയിലേക്ക് കൈമാറുന്ന മനസ്സിനോടിത്തിരി മണ്ണ് എന്ന പദ്ധതിക്ക് നമ്മൾ ഇതിന്റെ ഭാഗമായി തുടക്കമിട്ടു. ആ പദ്ധതി നല്ല നിലയിൽ ജനകീയ പിന്തുണയുള്ള പദ്ധതിയായി മാറി. ഇവിടെ കിഴൽ സ്വദേശി ശ്രീ പ്രഭാകരൻ മാസ്റ്ററും കുടുംബവും 15 സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിക്കായി കൈമാറാൻ സന്നദ്ധമായിരിക്കുകയാണ്. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്കണവാടി കെട്ടിടത്തിനായി സ്ഥലം കൈമാറിയവരെയും മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിൽ ഭൂമി വിട്ടു നൽകിയവരെയും മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ KP കുഞ്ഞമ്മദ് മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന, വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള, വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KK സിമി, രജിത കോളിയോട്ട, സുബിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ MP വിദ്യാധരൻ, ഇബ്രാഹിം പുത്തലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലേഖ, ICDS സൂപ്പർവൈസർ NK ജെന്നി, അങ്കണവാടി അധ്യാപിക ജയശ്രീ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു.